ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. എല്ലാവരും ഉറങ്ങിയ സമയത്തും തന്റെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാധ. അവിടേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് പുഷ്പൻ. അവർ രണ്ടുപേരും ഇവന്റിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്ന സമയം കൃഷ്ണൻ അവിടേക്ക് വന്നു. കൃഷ്ണനോടും ഈ ഒരു ഇവന്റിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രാധ. അത് കേട്ട് പുഷ്പൻ പറയുന്നുണ്ട്, ആഹാ, അഞ്ജലി മോള് പുതിയ സ്വന്തമായി കസ്റ്റമേഴ്സിനെ പിടിക്കാൻ തുടങ്ങിയല്ലേ, കൊള്ളാലോ. അത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, അതിങ്ങനെ പറയാൻ സാധിക്കും? നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പേരിൽ വന്ന എൻക്വയറി അല്ലേ. അഞ്ജലി സ്വന്തമായിട്ട് ക്യാൻവാസ് ചെയ്തതൊന്നും അല്ലല്ലോ. പുഷ്പൻ പറയുന്നു, എന്നാലും നീ പോയി കിടന്നുറങ്ങിയ സമയത്ത് ഉറക്കം ഒഴിച്ചിരുന്ന് ജോലി ചെയ്തത് ഈ കുട്ടിയല്ലേ, അപ്പോ ക്രെഡിറ്റും അതിന് തന്നെയാണെന്ന് ഞാൻ പറയും. അത് കേട്ട് രാധ പറയുന്നുണ്ട്, അയ്യോ, എനിക്കൊരു ക്രെഡിറ്റും വേണ്ടായേ. ആദ്യം പ്രസാദേട്ടൻ ഇതൊന്ന് നോക്ക്, ഓക്കെ ആണെങ്കിൽ മാത്രം ഇപ്പോൾ തന്നെ ഉമാദത്തൻ സാറിന് മെയിൽ അയക്കാം. അങ്ങനെ അതെല്ലാം കൃഷ്ണൻ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം നോക്കിയതിനു ശേഷം ദേഷ്യത്തോടെ കൃഷ്ണൻ പറയുന്നു, ഷോ എന്താടോ താൻ ഈ കുത്തി നിറച്ച് ചെയ്തു വെച്ചിരിക്കുന്നത്? ജോലി അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയാ ചെയ്യേണ്ടത്. അത് ആദ്യമേ ചെയ്ത് കുളമാക്കുകയല്ല വേണ്ടത്. രാധ പറയുന്നു, ഞാനത് കൃത്യമായിട്ടാണല്ലോ ചെയ്തത്. കമ്പ്യൂട്ടറിലും അല്ലാതെയും സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ കൊട്ടേഷൻ മാതൃകകൾ മുഴുവനും നോക്കിയിരുന്നു. അതിന്റെ ഗുണമായിരിക്കും. ഫോർമാറ്റൊക്കെ കറക്റ്റാണ്. സ്റ്റേജിന്റെ ചിലവും ഹോളിന്റെ ചിലവും ഫുഡിന്റെ ചിലവും കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് കൃഷ്ണൻ പറഞ്ഞതും പുഷ്പൻ ചോദിക്കുന്നു, എങ്കിൽ പിന്നെ എന്താ പ്രസാദേ കുഴപ്പം? കൃഷ്ണൻ പറയുന്നു, എന്താ കുഴപ്പമെന്നോ? ഈ ഫിഗറുകൾ നോക്കിക്കേ. മാധത്തൻ എന്ന ആളുടെ കല്യാണം നടത്തിവിടുന്നത് പുണ്യത്തിനൊന്നും അല്ലല്ലോ, ആണോ? ഫുഡിനും സ്റ്റേജിനും അലങ്കാരങ്ങൾക്കും എല്ലാം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വളരെ കുറച്ച് തുകയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 4 വർക്ക് ചെയ്താൽ മതി. കമ്പനിയും പോയിട്ട് പൂട്ടി നമ്മൾക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരുന്ന് ഉറങ്ങാം. പിടിക്ക്, ഇത് തൽക്കാലം തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രാധയെ ഏൽപ്പിക്കുകയാണ്. രാവിലെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാം. ആ എമൗണ്ട് വെച്ച് റീവർക്ക് ചെയ്തിട്ട് കൊട്ടേഷൻ അയച്ചാൽ മതിയെന്ന് ദേഷ്യത്തോടെ കൃഷ്ണൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ രാധ പറയുന്നുണ്ട്, പ്രസാദേട്ടാ, ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞതിലെ പകുതി ശരിയാണ്. ഉമാദത്തൻ സാറിന്റെ മോളുടെ കല്യാണം നടത്തിയാൽ ലാഭം കിട്ടില്ല, പക്ഷേ വലിയ നഷ്ടം വരില്ല എന്ന് ഉറപ്പാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തയ്യാറാക്കിയത്. ചോദിക്കുന്നു, വാട്ട്, ലാഭം ഒഴിവാക്കിയ ഒരു കൊട്ടേഷനോ? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊരു കാരണമുണ്ടെന്ന് രാധ പറയുന്നു. ഈ കല്യാണം ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഉമാദത്തൻ സാറിനോടും ഫാമിലിയോടും സംസാരിച്ചിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തിരുന്നു. കോമ്പീറ്റന്റ് ആയ എല്ലാ കമ്പനികളും ണെന്നറിഞ്ഞ് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നതാണ്. അതിന്റെ കാരണം സാറിന്റെ തറവാട് ഒരു ജോയിന്റ് ഫാമിലി ആണ് എന്നുള്ളതാണ്. അവിടെ ഇനിയും ഇതുപോലെ ധാരാളം ചടങ്ങുകൾ വരാനുണ്ട്. സാറിന്റെ മകൻ സ്വന്തമായി ഒരു IT കമ്പനി പോലും നടത്തുന്നുണ്ട്. അവരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കല്യാണമാണിത്. കൊട്ടേഷൻ ബജറ്റ് നോക്കാതെ നൽകി നമ്മളാണ് ആ ചടങ്ങുകൾ എടുക്കുന്നതെങ്കിൽ ആ പേരിൽ മാത്രം ഇതേ വർഷം തന്നെ ഒരു 8 10 ഇവന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ സാറിന്റെ സർക്കിളുള്ളവര്, ക്ലബിലുള്ളവര്, അല്ലാതെ തന്നെ പരിചയത്തിലുള്ളവരും, അങ്ങനെ എത്രയോ ഇവന്റ്സ് ഇനിയും കിട്ടുമെന്നറിയോ? ുള്ള ചെറിയൊരു പാലമാണ് ഈ ഇവന്റ് എന്ന് കരുതിയാൽ മതി. ഒരു ഇലയിട്ട് നാളത്തെ വലിയ മീനിനെ പിടിക്കുന്നത് പോലെ ഒരു അഭ്യാസം, ജസ്റ്റ് ഒരു മൈൻഡ് ഗെയിം, അത്രേ ഉള്ളൂ. അത് കേട്ട് സന്തോഷത്തോടെ കൈയടിക്കുകയാണ് പുഷ്പൻ ചേട്ടൻ. എന്നാൽ ഇതിന് മറുത്തൊരു വാക്ക് പോലും കൃഷ്ണന് പറയാനില്ല. മോളെ, നിന്റെ ബുദ്ധി അപാരം എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, സോറി, ഇതൊരു വലിയ ബുദ്ധിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ചിന്തിച്ചിട്ട് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം പ്രസാദേട്ടൻ മുന്നോട്ട് പോകാൻ അനുവാദം തരണം. എന്താ പ്രസാദേട്ട, ഇത് ഞാൻ മെയിൽ ചെയ്തോട്ടെ? ആ സമയം കൃഷ്ണൻ ഒന്ന് ആലോചിക്കുന്നു. അത് മൂളുന്നുണ്ട്. താങ്ക് യു പ്രസാദേട്ട, സമാധാനമായി. ഇനി ഞാൻ കിടന്നാൽ വേഗം ഉറക്കം വരും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവുകയാണ് രാധ. രാധ താഴേക്ക് പോയ സമയം കൃഷ്ണൻ ആലോചിക്കുന്നു, ആ താങ്ക് യു തിരിച്ച് നീ അഞ്ജലിയോടാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവളുടെ പകുതി ബുദ്ധി പോലും നിനക്കില്ല എന്ന്. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൃഷ്ണനെ കളിയാക്കിയ പുഷ്പൻ താഴേക്ക് പോയപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ അരികിലേക്ക് വക്കീല് വന്നു. ഭവാനിയമ്മ തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിപ്പോയി അല്ലേ? അത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, അമ്മയുടെ ചില രീതികൾ എന്റേതുമായി ഇണങ്ങി ചേരാണ്ട് വരുന്നു. എന്നാൽ പിരിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ നല്ലതെന്ന് തോന്നുന്നു. വന്ന കാര്യം പറയുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. കോടതിയിൽ നിന്നും വിധി വന്ന സ്ഥിതിക്ക് അതിന്റെ ശരിപ്പകർപ്പ് സാറിന്റെ കയ്യിൽ തരാമെന്ന് കരുതി. രണ്ടുപേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഇതാണ് എന്ന് പറഞ്ഞ് മേഘനാഥിനെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മരയിൽ കൊണ്ടുപോയി ഇത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ് മേഘനാഥൻ വായിച്ചു നോക്കാതെ തന്നെ അത് മണിച്ചിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ വക്കീല് ചോദിക്കുന്നുണ്ട്, വായിച്ചു നോക്കുന്നില്ലേ എന്ന്. ക്ഷമയില്ല, അതിലെന്താ ഉള്ളതെന്ന് വക്കീല് തന്നെ പറഞ്ഞോളൂ എന്ന് മേഘനാഥൻ പറയുന്നു. പറയുന്നു, തൃപ്പങ്ങോട്ടെ സ്വത്തുക്കൾ കൃത്യമായി വീതം വെക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം.
ഒരു നിയമത്തിനെ കുറിച്ചും വക്കീല് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങോട്ടെ വാസുദേവന്റെ അയാളുടെ മക്കൾ 4 പേർക്കും വീതിക്കപ്പെടും എന്ന് ചുരുക്കി പറയാം. സുഭദ്ര, രാധ, ദർശന, സൗഭാഗ്യ എന്നിങ്ങനെ 4 പേർക്കും 4 മക്കൾക്കും മാത്രമായി വിഭജിക്കപ്പെടും തുല്യമായി. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, അപ്പോ സുഭദ്ര ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് അവളുടെ ഓഹരി മാത്രമേ എനിക്ക് കിട്ടൂ അല്ലേ? നീ മരിച്ചുപോയാൽ അയാളുടെ സ്വത്തുവകകളിൽ ഭർത്താവിന് അവകാശമുണ്ട് എന്നതാണ് നിയമം. പലർക്കും അതറിയില്ല എങ്കിലും പക്ഷേ ഇവിടെ ആ ആനുകൂല്യവും മിസ്റ്റർ മേഘനാഥൻ പ്രതീക്ഷിക്കേണ്ട എന്ന് വക്കീല് പറയുന്നു. സുഭദ്രയുടെ എല്ലാ സ്വത്തുക്കളുടെയും ഏക അവകാശി ജീവിച്ചിരിക്കുന്ന അവരുടെ ഏക മകൻ. ഇപ്പോഴത്തെ വിധിപ്രകാരം താങ്കൾക്ക് കിട്ടുന്നത് 0 ആണെന്ന് പറയാം. വെറും വട്ടപൂജ്യം. അത് കേട്ട് ദേഷ്യത്തോടെ തന്റെ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ വലിച്ചെറിയുകയാണ് മേഘനാഥൻ. ആ കുഞ്ഞിന്റെ അച്ഛൻ മേഘൻ സാറല്ലേ? അതിനൊരു വിലയും ഇല്ലെന്നാണോ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ വക്കീല് പറയുന്നു, മൈനറായ ഒരാളുടെ സ്വത്ത് നോക്കാൻ ആ കുഞ്ഞിന്റെ സംരക്ഷകർക്ക് ചില നൽകും. സുഭദ്രയുടെ മകന്റെ കാര്യത്തിൽ കെയർ ടേക്കർമാരായി ആ കുട്ടികളിൽ ആരെങ്കിലും വരാനേ സാധ്യതയുള്ളൂ. 4 പേരും ഭൂലോകത്ത് നിന്നും ഇല്ലാണ്ടായാൽ മാത്രമേ ഇനി സ്വത്തുവകകൾ മേഘനാഥൻ എന്ന ഒരു അവകാശിയിലേക്ക് വന്നു ചേരുള്ളൂ. മറ്റൊരു അപകടമുള്ളത് ജീവിച്ചിരിക്കുന്ന 3 അവകാശികളും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അവർ വിവാഹം കഴിച്ചാൽ അവകാശികളുടെ ഗണത്തിൽ ആ ഭർത്താക്കന്മാരും വരും എന്നതാണ്. നാശം പിടിക്കാനായിട്ട് ഓരോ നിയമങ്ങള് എന്നൊക്കെ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട്. അപ്പോ ഇനി മറ്റു വഴികളൊന്നും ഇല്ലെന്നാണോ സാറ് പറയുന്നത് എന്ന് മണിച്ചൻ ചോദിക്കുന്നുണ്ട്. നിയമമല്ലേ, പഴുതുകൾ പലതും ഉണ്ടാവും. അത് കണ്ടെത്തി അപ്പീലിന് പോവുകയാണല്ലോ എന്റെ ജോലി. എന്നാലും വിധിയുടെ മേൽ നമുക്കൊരു സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. എന്താണ് സാറ് പറയുന്നത് എന്ന് വക്കീല് ചോദിക്കുന്നുണ്ട്. നിമിഷം മേഘനാഥൻ ആലോചിച്ചിട്ട് പറയുന്നു, തന്റെ ഇഷ്ടം പോലെ ചെയ്യ്, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? വക്കീലിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക എന്ന് മണിച്ചനോടും പറയുന്നുണ്ട്. അപ്പോ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് മേഘനാഥൻ. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം മേഘനാഥൻ വക്കീല് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങോട്ടെ വാസുദേവന്റെ സ്വത്തുക്കൾ അയാളുടെ 4 മക്കൾക്കും തുല്യമായിട്ട് വീതിക്കപ്പെടും. സുഭദ്ര, രാധ, ദർശന, സൗഭാഗ്യ ഇങ്ങനെ 4 മക്കൾക്ക് മാത്രമായിട്ട് വിഭജിക്കപ്പെടും. രാധയ്ക്ക് സ്വത്തിൽ ഒരു അവകാശി മാത്രമേ ഉള്ളൂ. ഇതിന്റെ പാതി അവളുമാർക്കാണ് കിട്ടുന്നത്, ദർശനയ്ക്കും സൗഭാഗ്യയ്ക്കും. അവർ 2 പേരും ഒരിക്കലും വിവാഹം കഴിച്ചുകൂടാ. എന്നാൽ ദർശന വിവാഹം ചെയ്ത കാര്യം ഇതുവരെ മേഘനാഥൻ അറിയില്ല. മറ്റാരെങ്കിലും സ്വന്തമാക്കുന്നതിന് മുമ്പ് തന്നെ രാധയെ എനിക്ക് സ്വന്തമാക്കണം. അവിടേക്ക് വിളിച്ചിട്ട് മേഘനാഥൻ പറയുന്നു, അവരെ 2 പേരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കരുതെന്ന്. ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് മണിച്ചൻ ചോദിച്ചപ്പോൾ ദർശനയുടെയും സൗഭാഗ്യയുടെയും എന്ന് മേഘനാഥൻ പറയുന്നു. രാധയെ ഞാൻ താലി കെട്ടിയാൽ അവർക്കൊപ്പം എന്റെ മകനെയും എനിക്ക് തന്നെ കിട്ടും. പക്ഷേ ദർശനയും സൗഭാഗ്യയും മറ്റാരെങ്കിലും കല്യാണം കഴിച്ചാൽ തൃപ്പങ്കോട്ടെ സ്വത്തിന് കടികൂടാൻ ആ നായ്ക്കളും വരും എന്റെ കൂടെ. ഞാൻ തന്നെ വീണ്ടും കൊലക്കത്തി എടുക്കേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്താ? തൃപ്പങ്കോടിന് ഒരേ ഒരു മരുമകൻ മതി എന്ന് തീരുമാനിക്കുന്നതല്ലേ ഈ മേഘനാഥൻ മാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. തൃപ്പങ്കോട്ടെ 3 പെൺമക്കൾ, മരുമകൻ 1 മതി എന്ന്. അത് ശരി, പക്ഷേ നമ്മളെങ്ങനെ കുട്ടികളെ കണ്ടെത്തും? അതല്ലേ ഇപ്പോൾ ആദ്യം വേണ്ടത്. സുഭദ്രാമ്മയുടെ തനി പകർപ്പായതുകൊണ്ട് രാധയെ ഓൾറെഡി തിരിച്ചറിയാൻ സാധിച്ചു. ദർശനയും സൗഭാഗ്യയും ഏത് രൂപത്തിലാണ് വളർന്നു കഴിഞ്ഞതെന്ന് ആർക്കറിയാം എന്ന് മണിച്ചൻ പറയുന്നുണ്ട്. നമുക്കല്ലേ അറിയാതെയുള്ളൂ. എല്ലാം അറിയുന്ന മറ്റൊരാൾ ഉണ്ടെങ്കിലോ? എല്ലാം അറിയുന്ന ഒരു ബ്രഹ്മാവ്? അത് കേട്ട് ബ്രഹ്മാവോ എന്ന് മണിച്ചൻ ചോദിക്കുന്നുണ്ട്. അയാൾ ഒരു ബ്രഹ്മാവ് തന്നെയാണ്, പടം വരയ്ക്കുന്ന ബ്രഹ്മാവ്. വിലാസം ഞാൻ തരാം, താൻ വേണം കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് ആരാണാവോ ഈ പടം വരയ്ക്കുന്ന ബ്രഹ്മാവ്? ദർശനയും സൗഭാഗ്യയും, അതാണ് ഇനി മേഘന്റെ ടാർഗറ്റ്. 1ന് പകരം 3 എണ്ണം. ഇല്ല, ഞാൻ 3 എണ്ണത്തിനെയും നോക്കിക്കോ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. കാണിക്കുന്നത് മുരളി ഇങ്ങനെ റോഡിൽ കൂടി ഓട്ടോ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോയിൽ ആരതിയുണ്ട്. എവിടെയോ അത്യാവശ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട് ആരതി. ഇതെന്താ വീണ്ടും സമയം നോക്കി ടെൻഷൻ കാണിക്കുന്നത്? ഭാവം കണ്ടാലേ ജില്ല ഭരിക്കുന്ന കളക്ടറാണെന്ന് തോന്നുമല്ലോ. എഴുതാനുള്ള കോച്ചിങ് സെന്ററിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഒന്ന് അടങ്ങിയിരിക്കെ, സമയമാവുമ്പോഴേ സ്ഥലത്ത് കൊണ്ട് ഇറക്കി തരാമെന്നൊക്കെ മുരളി പറയുന്നുണ്ട്. ഓഹോ, ഇയാൾക്കിപ്പോ കോച്ചിങ് സെന്ററും ടെസ്റ്റും ഒക്കെ പുച്ഛം, പരിഹാസം. അതെങ്ങനെയാ? 4 അക്ഷരം കോളേജിൽ പോയി പഠിച്ചാലല്ലേ അതിന്റെയൊക്കെ വില അറിയൂ. മറിച്ച് പാര പണിയാനും ദ്രോഹിക്കാനും ഒക്കെ ഇറങ്ങിയ ഇങ്ങനെയൊക്കെ തോന്നൂ എന്ന് ആരതി പറയുന്നുണ്ട്. കേട്ട് മുരളി പറയുന്നു, അയ്യോ നമ്മൾ വെറും മോശക്കാരനാണ്. നീ ഒരു മദർ തെരേസ. എനിക്കിട്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ കോടാലി പണിത്
എന്റെ ഓട്ടോയിൽ കയറി ഞെളിഞ്ഞിരുന്ന് സത്യഭാമ കളിക്കണമെങ്കിലേ നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഭാരതി പറയുന്നു, ഓഹോ പറച്ചിലിപ്പോ അങ്ങനെയായോ? അതിന് മാത്രം എന്ത് ദ്രോഹം സാറിനോട് ചെയ്തത്, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മുരളി പറയുന്നുണ്ട്, എന്താണ് ചെയ്യാത്തത്? മനുഷ്യൻ സകല ജോലിയും ചെയ്ത് മടുത്ത് കയറി വരുമ്പോ രാത്രി സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനാണ്. വേതാളം കയറി തലയ്ക്ക് മുകളിലൂടെ കിടക്കുന്നത് പോലെ എന്റെ മുറിയിൽ കയറി നീ കുടിയിരിക്കുകയല്ലേ? ആണെങ്കിലേ കണക്കായിപ്പോയി. ഞാനിപ്പോ നേരിട്ട് വന്ന് കുടിയിരുന്നതൊന്നും അല്ലല്ലോ. ഇരുന്ന എന്റെ കഴുത്തിൽ താലി കെട്ടി അവിടെ കൊണ്ട് കയറ്റാൻ ആരെങ്കിലും നിർബന്ധിച്ചു ഇയാളെ, അത് കൊള്ളാലോ എന്നൊക്കെ ആരതി പറഞ്ഞപ്പോ മുരളി പറയുന്നുണ്ട്, നിർബന്ധിച്ചില്ല, പക്ഷേ നീ ഒരു പെണ്ണല്ലേ എന്ന് ഞാൻ വെറുതെ ഒന്ന് തെറ്റിദ്ധരിച്ചു. ആപത്തിന്ന് രക്ഷിച്ച അതിന്റെ ഒരു നന്ദി കാണിക്കുമെന്ന് കരുതിപ്പോയി. പക്ഷേ സാക്ഷാൽ കള്ളിയും കട്ട് നീലി വെള്ള സാരി മാറ്റി ചുരിദാറും ഇട്ട് ഇങ്ങനെ രക്തം കുടിക്കാൻ ഇറങ്ങിയതാണെന്ന് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. ഏതായാലും കല്ലും നെല്ലും തിരിച്ചറിഞ്ഞു. ഇനി മതി, നിനക്ക് ഇവിടെ ഇറങ്ങാം എന്ന് മുരളി പറയുന്നുണ്ട്. കോച്ചിങ് സെന്ററിലല്ല ഇപ്പോൾ മുരളി ആരതിയെ ഇറക്കി വിടുന്നത്, വഴിയരികിൽ ഒരു സ്ഥലത്താണ്. ഇത് എവിടെയാ നിർത്തിയതെന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി പറയുന്നു, എവിടെയാണോ നിർത്തേണ്ടത് അവിടെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. എന്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇവിടെ നിന്ന് കുറച്ചാണ് പോവേണ്ടത്, അതുകൊണ്ട് നീ ഇവിടെ അങ്ങ് ഇറങ്ങിയാൽ മതി. ആരതി ചോദിക്കുന്നു, അയ്യോ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാ പോവേണ്ടത്? പെരുവഴിയിൽ ഇറക്കി വിടുന്നതാണോ മര്യാദ? മുരളി പറയുന്നു, എന്നാ പിന്നെ ശരി, ഇവിടെ അടുത്ത ബസ് സ്റ്റോപ്പ്, അവിടെ ഇറക്കി വിടാം, അത്രേ പറ്റൂ. നിക്ക് പോവല്ലേ, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥലം വരെ ഒന്ന് കൊണ്ടുവിട്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ആരതി മുരളിയോട്. എന്തോന്ന് ഇനിയും ഞാൻ നിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടം വരെ കൊണ്ടാക്കണമെന്നോ? എത്ര തവണ അവിടെ വന്ന് നാണം കേട്ടിട്ടുണ്ടടി. ഇനി ഞാനില്ല, എനിക്ക് മനസ്സില്ല, നീ അങ്ങ് നടന്നു പോയാ മതി, ഇറങ്ങടി അങ്ങോട്ട് പറഞ്ഞ് മുരളി അവിടെ തന്നെ ആരതിയെ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഓട്ടോയുമായി മുരളി അങ്ങ് പോയി. ആരതി പറയുന്നത്, ദുഷ്ടൻ, ദ്രോഹി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അവിടേക്ക് നോക്കുന്നുണ്ട് ആരതി. പിന്നീട് കാണിക്കുന്നത് ആണെങ്കിൽ ഇങ്ങനെ ഇവന്റിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കൂട്ടുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു. ചിലതൊന്നും ശരിയാവാത്തത് കൊണ്ട് എല്ലാം പൊട്ട തെറ്റാണല്ലോ, ഇവനെയൊക്കെ ആരാ കണക്ക് കൂട്ടാൻ പഠിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സമയം കുളിച്ചിട്ട് തല തോർത്തി അവിടേക്ക് വരികയാണ് രാധ. രാധയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കൃഷ്ണൻ. കണ്ണാടിയുടെ അരികിൽ പോയി രാധ തല തോർത്തിക്കൊണ്ട് നിൽക്കുന്നു. സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രാധയെ നോക്കുന്നുണ്ട്. അറിയാതെ കണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. വല്ലാത്തൊരു റൊമാൻസോടെ രാധയുടെ കണ്ണുകളിലേക്കും കാതിലും പിന്നെ മുടിയിലും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രാധയുടെ അടുത്തേക്ക് കൃഷ്ണൻ വരുന്നു. രാധയുടെ മുന്നിൽ വന്നിങ്ങനെ കൈയും കെട്ടി രാധയെ തന്നെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ, പ്രണയത്തോടെ തന്നെ. രാധയുടെ കവിളിലേക്ക് പിടിച്ച് രാധയ്ക്ക് ചുംബനം കൊടുക്കുകയാണ് കൃഷ്ണൻ. അപ്പോഴാണ് പെട്ടെന്ന് കൃഷ്ണേട്ടാ എന്നൊരു വിളി കേൾക്കുന്നത്. പെട്ടെന്ന് ചേറിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഞെട്ടി ഉണരുന്നു. എല്ലാം കൃഷ്ണന്റെ വെറും സ്വപ്നം മാത്രമായിരുന്നു. ആ ചേറിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കണ്ണുമടച്ച്. ആ വിളി കേട്ടതും പെട്ടെന്ന് കണ്ണു തുറന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അതുപോലെ തന്നെ മുടിയും ചീപ്പിക്കൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു. രാവിലെ ഇരുന്നാ കണക്ക് നോക്കുവാണോ എന്ന് രാധ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് കൃഷ്ണൻ. എന്ത് പറ്റിയൊരു ടെൻഷൻ എന്ന് രാധ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് ഒരു പരിഭ്രമത്തോടെ പറയുകയാണ് കൃഷ്ണൻ. പെട്ടെന്ന് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നു. എന്ത് പറ്റിയെന്ന് മനസ്സിലാക്കാതെ കൃഷ്ണൻ രാധ നിൽക്കുന്നു. എന്തു പറ്റിയോ എന്തോ പ്രസാദേട്ടനെ, കണക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈശ്വര എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് കൃഷ്ണൻ. അഞ്ജലിയുമായി നല്ല നിമിഷം പങ്കുവെക്കുന്നത് ഭാവനയിൽ കണ്ട കൃഷ്ണന് കുറ്റബോധമാണ് ഇപ്പോൾ തോന്നുന്നത്. തന്നെ ഷെൽഫ് തുറന്ന് ആ പാവ എടുക്കുന്നു, രാധയുടെ പാവ. അതിലേക്ക് നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ്. രാധേ, നിനക്ക് ഞാൻ വാക്ക് തന്നതാണ്, ഈ ജന്മം നീ അല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന്. എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അഞ്ജലിയെ ഞാൻ ഒരു നല്ല സുഹൃത്തായി മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ അതിനർത്ഥം ഞാൻ നിന്നെ മറന്നതാണെന്ന് നീ കരുതരുത് എന്നൊക്കെ ആ ബൊമ്മയിലേക്ക് നോക്കി പറയുകയാണ് കൃഷ്ണൻ. വല്ലാത്ത വിഷമമുണ്ട് ഇപ്പോൾ കൃഷ്ണന്. എന്നിട്ട് പണ്ടത്തെ ആ നിമിഷം ആലോചിക്കുന്നു. അന്ന് പറഞ്ഞതായിരുന്നു നമ്മൾ എത്ര ദൂരം വളർന്നാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒന്നിപ്പിക്കുമെന്ന്. ഇപ്പോ കൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട് ആ ബൊമ്മയിലേക്ക് നോക്കി, ഒരിക്കലും നിന്റെ സ്ഥാനത്തേക്ക് ഒരു പെണ്ണും കയറി വരില്ല എന്റെ രാധേ. അഞ്ജലി എന്റെ വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമാണ്, അല്ലാതെ ഞങ്ങൾക്കിടയിൽ മറ്റൊന്നുമില്ല. ഇപ്പോ അവളുടെ നന്മയുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കും അറിയാതെ ഒരടുപ്പം തോന്നിയത്. ഞാൻ തന്നെ അത് തിരുത്തിക്കൊള്ളാം. ഒരിക്കലും ഞാൻ അഞ്ജലിയോട് അതിരി കിടന്ന ഒരു അടുപ്പവും കാണിക്കില്ല. ഇനി മുതൽ അവളെ ഞാൻ അകറ്റി നിർത്തി. നീ മാത്രമാണ് എന്റെ പെണ്ണ്, നീ മാത്രം എന്ന് പറഞ്ഞ് ആ ബൊമ്മയിൽ ഒരു ചുംബനം നൽകി നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് കൃഷ്ണൻ. ഞാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.